വിജയ് ആരാധകർ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ജനനായകൻ. അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വിജയുടെ അവസാനത്തെ സിനിമ. അത് താൽക്കാലികമായിട്ടാണോ എന്നറിയില്ല, എങ്കിലും വിജയ് രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങുന്നതിന് മുന്നോടിയായിട്ട് വിജയ് ഒരു വലിയൊരു ആരാധകർക്ക് ഒരു വിരുന്ന് തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വിജയുടെ ഒരു കരിയർ എടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 84-ലാണ് വിജയ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ഒരു ബാലതാരമായിട്ട്. വിജയുടെ അച്ഛൻ എസ് എ ചന്ദ്രശേഖർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു വലിയൊരു ലെജൻഡ് തന്നെയാണ്. അദ്ദേഹം നിർമ്മാതാവാണ്, സംവിധായകനാണ്, എഴുത്തുകാരനാണ്. അങ്ങനെ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ മകനായി ജനിച്ചത് കൊണ്ട് തന്നെയായിരിക്കാം വിജയ് ഈ ഒരു നിലയിലെത്തിയത്. കാരണം വിജയുടെ കഴിവ് എന്തായാലും ഉണ്ട്. അതുകൂടാതെ വിജയിനെ ശരിക്കും ഒരു പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത ഒരു വ്യക്തിയാണ് വിജയുടെ അച്ഛൻ എന്ന് പറയുന്നത്. കാരണം വെട്രി എന്ന് പറയുന്ന ആ ഒരു സിനിമയിലാണ് ആദ്യമായിട്ട് വിജയ് അഭിനയിക്കുന്നത് ബാലതാരമായിട്ട്. അതിനുശേഷം അച്ഛൻ്റെ തന്നെ സിനിമകൾ കുറച്ച് വേഷങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം പിന്നീട് 18-ാമത്തെ വയസ്സിലാണ് വിജയുടെ അച്ഛൻ വിജയിനെ നായകനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതൊന്ന് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അന്ന് തമിഴ് സിനിമാ ലോകം അത് ഉറ്റുനോക്കിയത്. നാളെയെ തീർപ്പ് എന്ന് പറയുന്ന ആ ഒരു സിനിമ അന്ന് 92-ലാണ് ആ ഒരു സിനിമ റിലീസായത്. അന്ന് പക്ഷേ ആ ഒരു സിനിമയ്ക്ക് കിട്ടിയ ഒരു സ്വീകരണം എന്ന് പറയുന്നത് ഒരു പക്ഷേ അന്ന് എങ്ങനെയാണ് വിജയൊക്കെ അത് ഹാൻഡിൽ ചെയ്ത് എന്ന് ഓർത്തു കഴിഞ്ഞാൽ നമുക്കൊക്കെ വളരെ ദുഃഖകരമാണ്. കാരണം അതേപോലെയായിരുന്നു തോന്നുന്നത് ക്രിട്ടിക്സൊക്കെ അന്ന്. ശരിക്കും ഇന്നത്തെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ ട്രോളി കൊല്ലുക, അല്ലെങ്കിൽ റിവ്യൂ ചെയ്ത് കൊല്ലുക എന്നൊക്കെ പറയുന്ന പോലെ അന്ന് ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഒന്നുമില്ല. പക്ഷേ പത്രങ്ങളിലൂടെ അല്ലെങ്കിൽ മാസികകളിലൂടെയൊക്കെയാണ് അന്ന് അങ്ങനെ ഒരുപാട് ചീത്തവിളിയാണ് അന്ന് ശരിക്കും പറഞ്ഞ വിജയ് കേട്ടത്. അതായത് വിജയ്ക്ക് അഭിനയിക്കാൻ അറിയില്ല, ഈ മുഖം വെച്ചുകൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന തരത്തിലൊക്കെ വളരെ മോശമായിട്ടാണ് അന്ന് വിജയുടെ അച്ഛനൊക്കെ അന്ന് ചീത്തവിളി കേട്ടത്. അതിന് തന്നെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം വിജയുടെ അച്ഛൻ തന്നെ പറഞ്ഞിരുന്നു, കാരണം ഞാൻ ആ ഒരു സിനിമയിലൂടെ മകനെ ഒരിക്കലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ലായിരുന്നു നായകനായിട്ട്. കാരണം അത് ആ ഒരു സിനിമ കണ്ടവർക്കറിയാം, അതൊരു ഭയങ്കരമായിട്ടൊരു പൊളിറ്റിക്സ് സംസാരിക്കുന്ന അങ്ങനത്തെ ഒരു അതായത് അനീതിക്കെതിരെ പോരാടുന്ന ഒരു കോളേജ് സ്റ്റുഡൻ്റ് കഥയാണ്. കുറച്ചൊരു ഹെവി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അതായത് കോടീശ്വരനായ അച്ഛൻ വില്ലനാണ്, മകനായ കഥാപാത്രം അച്ഛനെ വിട്ടിറങ്ങി അമ്മേനെ കൊണ്ടുവന്ന് അമ്മയ്ക്ക് വേണ്ടി രാവിലെ കോളേജ് പഠനവും പിന്നീട് ഓട്ടോറിക്ഷ ഓടിക്കലും ഒക്കെ ചെയ്ത് ഒരു പത്രത്തിൽ വർക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നീട് അച്ഛനെതിരെ പോരാടുന്ന, അച്ഛനെ വരെ കോടതിയിൽ കയറ്റി ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് വിജയ് അത് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ ഒരു സിനിമ അന്ന് പരാജയപ്പെട്ടു. അതിനുശേഷം പിന്നീട് ഇദ്ദേഹം ചെയ്തത്, അച്ഛൻ എസ് എ ചന്ദ്രശേഖർ ചെയ്തത്, അദ്ദേഹത്തിൻ്റെ തന്നെ വളരെ അടുത്ത സുഹൃത്തും അദ്ദേഹത്തിൻ്റെ സിനിമകളിലൊക്കെ സ്ഥിരമായിട്ട് നായകനായിരുന്ന ഒരു രക്ഷകനായിരുന്ന എസ് എ ചന്ദ്രശേഖറിൻ്റെ ജീവിതത്തിലെ ഒരു രക്ഷകനായിരുന്ന അന്നത്തെ സൂപ്പർ സ്റ്റാർ വിജയകാന്തിനെ നേരെ പോയി കാണുകയാണ് ചെയ്തത്. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മകൻ്റെ കൂടെ അഭിനയിക്കണം. അങ്ങനെയാണ് സെന്തൂരപാണ്ടി എന്ന് പറയുന്ന ഒരു സിനിമ സംഭവിക്കുന്നത്. ആ ഒരു സിനിമ കണ്ടവർക്കറിയാം, അതിൽ വിജയകാന്തിൻ്റെ അനിയനായിട്ടാണ് വിജയ് അഭിനയിച്ചിരിക്കുന്നത്. അന്ന് വിജയ്ക്ക് ആ ഒരു സിനിമയിൽ ശരിക്കും നായകനാണെങ്കിൽ കൂടിയും സെക്കൻഡ് ഹാഫോടുകൂടി വരുന്ന ഒരു കഥാപാത്രമാണ് വിജയകാന്ത് വന്ന ശേഷം വിജയകാന്ത് ആണ് ആ ഒരു സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എങ്കിൽ പോലും ക്ലൈമാക്സിൽ വിജയ്ക്ക് ഒരു പുതുമുഖ നായകന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. കാരണം വിജയകാന്ത് സ്ക്രീനിലുണ്ടെങ്കിൽ കൂടിയും അവിടെ വിജയാണ് ആ ഒരു സീനിയർ സ്കോർ ചെയ്തിരിക്കുന്നത് ക്ലൈമാക്സിൽ. അങ്ങനെയാണ് ആ ഒരു സിനിമ വളരെ സൂപ്പർ ഹിറ്റായി മാറി എന്ന് തന്നെ പറയാം. അങ്ങനെ നായകനായ രണ്ടാമത്തെ സിനിമ വിജയ്ക്ക് സൂപ്പർ ഹിറ്റ് ആവാൻ കാരണം വിജയകാന്ത് തന്നെയാണ്. അന്ന് വിജയകാന്തിന് കാണാൻ വേണ്ടി എസ് എ ചന്ദ്രശേഖർ പോകുമ്പോൾ വിജയകാന്ത് ഒരു റെമ്യൂണറേഷനും ഇല്ലാതെ ₹1 അന്ന് കോടികൾ പ്രതിഫലം വാങ്ങുന്ന നടനാണ്, ഒരു പ്രതിഫലം പോലും ഇല്ലാതെ ഞാൻ ഈ ഒരു സിനിമയിൽ അഭിനയിക്കാം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ഒരു സിനിമയുടെ വിജയത്തിന് ശേഷം വിജയകാന്തിന് എസ് എ ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥയിലുള്ള ഒരു സ്ഥലം വിജയകാന്തിൻ്റെ പേരിൽ, അന്ന് വിജയകാന്ത് അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് വിജയകാന്ത് അറിയാതെ വിജയകാന്തിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തതാണ്. പിന്നീട് വിജയകാന്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് വേണ്ടായിരുന്നു, ഞാൻ നിങ്ങളോടുള്ള ബന്ധത്തിൻ്റെ പുറത്താണ് ചെയ്തത് എന്ന്. അന്ന് വിജയ് പിന്നീട് പറഞ്ഞിട്ടുണ്ട്. വിജയ് ഒരു വലിയ ആരാധകനാണ് വിജയകാന്തിൻ്റെ, രജനീകാന്തിൻ്റെയും വിജയകാന്തിൻ്റെയും കമലഹാസൻ്റെയും ഒക്കെ ആരാധകരാണ് ഇവരെല്ലാവരും, പിന്നീട് വന്ന തലമുറയൊക്കെ. അപ്പോൾ വിജയ് പറഞ്ഞിട്ട്, വിജയകാന്തിൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ എന്തായാലും അതിനൊരു ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു സിനിമയുടെ ഭാഗമായി കഴിഞ്ഞാൽ ആ ഒരു ഓഡിയൻസും കൂടി എൻ്റെ സിനിമ കണ്ടിട്ട് എനിക്ക് അവരുടെയും കൂടിയും ഇഷ്ടം നേടാൻ കഴിയും എന്ന് തന്നെയായിരുന്നു അതിൽ വിജയ് കണ്ട ആ ഒരു അതിലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് തന്നെ നമുക്ക് പറയാം. അവിടെ നിന്ന് അങ്ങോട്ട് നമുക്കറിയാം പിന്നീട് വിജയങ്ങളും പരാജയങ്ങളും ഒക്കെ വിജയുടെ ലൈഫിൽ സംഭവിച്ചു. അപ്പോഴൊക്കെ ഈ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് വിജയുടെ ധൈര്യം. കാരണം അച്ഛൻ തന്നെ വിജയനെ വെച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പിന്നീട് കുറച്ച് കഴിഞ്ഞൊരു 96 ആയി അതിനിടയ്ക്ക് കോയമ്പത്തൂർ മാപ്പിള എന്ന് പറഞ്ഞ സിനിമ സംഭവിക്കുന്നു, പൂവേ ഉനക്കാകെ എന്നുള്ള സിനിമ സംഭവിക്കുന്നു. ഇതൊക്കെ അത്യാവശ്യം ഹിറ്റുകളാവുന്നു. പക്ഷെ അപ്പോൾ പോലും വിജയ്ക്ക് ഒരു
മുൻനിരയിലേക്ക് എത്താൻ വിജയ്ക്ക് ശരിക്കും സാധിച്ചിരുന്നില്ല. അതായത് ഒരു വലിയൊരു മുൻനിര സംവിധായകൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കുക, അത് വളരെ അന്നൊന്നും അധികം സംഭവിച്ചിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നീട് 97 കാതലിക്ക് മര്യാദ എന്ന് പറയുന്ന ഒരു സിനിമ, അന്ന് വിജയ് സിനിമയിൽ നായകനായി അഭിനയിച്ച് ഒരു 5 വർഷങ്ങൾക്ക് ശേഷം. അന്ന് ഫാസിൽ തമിഴിലും മലയാളത്തിലും ഫാസിലിന് അത്യാവശ്യം നല്ല പേരുണ്ട്. നമുക്കറിയാം അദ്ദേഹം തമിഴിൽ സിനിമകളൊക്കെ ചെയ്ത് ഹിറ്റാക്കിയിട്ടുള്ള ഒരു സംവിധായകനാണ്. അന്ന് അനീതി പ്രാവ് എന്ന് പറയുന്ന വലിയൊരു വിപ്ലവം സൃഷ്ടിച്ച, അല്ലെങ്കിൽ വലിയൊരു ട്രെൻഡായി മാറിയ ഒരു മലയാള സിനിമയുടെ റീമേക്ക് അന്ന് അവിടെ ചെയ്തപ്പോൾ, അന്ന് അബ്ബാസ് എന്ന് പറയുന്ന കാതൽ ദേശം എന്ന് പറയുന്ന സിനിമയിലൂടെ എല്ലാവരുടെയും ഹരമായി മാറിയ, കോളേജ് സ്റ്റുഡൻസിനൊക്കെ ഹരമായി മാറിയ അബ്ബാസിനെയാണ് അന്ന് ആദ്യമായിട്ട് ഫാസിൽ മനസ്സിൽ കരുതിയത്. പക്ഷേ അബ്ബാസിൻ്റെ മാനേജറുടെ ചില കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളോ എന്തായാലും അന്ന് അബ്ബാസ് ആ സിനിമ ചെയ്തില്ല. അങ്ങനെയാണ് പിന്നീട് വിജയ്ക്ക് ആ ഒരു അവസരം കിട്ടിയത്. അങ്ങനെ കാതലിക്ക് മര്യാദ അഭിനയിക്കാൻ വരുമ്പോൾ ഈ പറയുന്ന പോലെ വിജയ് അന്ന് അങ്ങനെ വലിയൊരു മെഗാ ഹിറ്റുകളൊന്നും കിട്ടാതെ നിൽക്കുന്ന ഒരു നടനാണ്. ശാലിനി തന്നെയാണ് അതിലെ നായികയായിട്ട് അഭിനയിച്ചത്. മലയാളത്തിലെ വേഷം തമിഴിൽ ഫാസിൽ ചെയ്യുമ്പോൾ എനിക്ക് ആ വേഷം വേണം എന്ന് പറഞ്ഞിട്ടാണ് ശാലിനി ചോദിച്ച് മേടിച്ചത്. അങ്ങനെ ആ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ വിജയ്ക്ക് 18 ലക്ഷമായിരുന്നു പ്രതിഫലം. പക്ഷെ ആ ഒരു സിനിമ ഇറങ്ങിയതോടുകൂടി ആ സിനിമ വളരെ ബ്ലോക്ക് ബസ്റ്ററായി. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ അന്ന് കളക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ കളക്ട് ചെയ്ത സിനിമയാണ് അന്ന് അവിടെ. വിജയ്ക്ക് ആദ്യമായിട്ട് മികച്ച നടനുള്ള തമിഴ്നാട് സർക്കാരിൻ്റെ അവാർഡും കിട്ടി. അതിനുശേഷം കോടികൾ പ്രതിഫലം വാങ്ങുന്ന നടനായി വിജയ് മാറി. പിന്നീട് അന്നത്തെ വിജയുടെ സമപ്രായക്കാരായ അജിത്തിനെ പോലെയൊക്കെ തന്നെ ഒപ്പം വിജയ് അജിത്ത് എന്ന് പറയുന്ന, നമുക്കറിയാം തമിഴ് സിനിമയിൽ എപ്പോഴും MGR ശിവാജി, അതിനുശേഷം കമൽ, രജനി പോലെ പിന്നീട് വിജയ് അജിത്ത് എന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിൽ വിജയും അജിത്തും അവരും ഒരുമിച്ച് അഭിനയിക്കേണ്ട പല ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അജിത്ത് അഭിനയിക്കേണ്ടായിരുന്ന ഒരു റോളിലേക്ക് പിന്നീട് സൂര്യ എന്ന് പറയുന്ന ഒരു പുതുമുഖ നായകനെ അന്ന് നേർക്കുനേർ എന്ന് പറഞ്ഞ സിനിമയിലൂടെ വന്നു. പിന്നീട് വിജയും സൂര്യയും ഒരുമിച്ച് അഭിനയിച്ചു. പിന്നീട് വിജയ്ക്ക് തിരക്കായപ്പോൾ വിജയുടെ ചില സിനിമകളിൽ സൂര്യ അഭിനയിക്കുന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് പിന്നീട് 2001 പൊങ്കൽ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ തമിഴ് സിനിമാ ലോകത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമായിരുന്നു. വിജയ്ക്കും അജിത്തിനും സൂര്യയ്ക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. വളരെ അപൂർവമായി മാത്രം ഇന്ന് നമ്മൾ നോക്കുമ്പോൾ വളരെ കൗതുകരമായിട്ടുള്ള ആ ഒരു പൊങ്കൽ സീസണാണ്. കാരണം വിജയും സൂര്യയും ഒരുമിച്ച് അഭിനയിക്കുന്ന ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു സിനിമ, അപ്പുറത്ത് അജിത്തും സുരേഷ് ഗോപിയും അഭിനയിക്കുന്ന ദീന എന്ന് പറയുന്ന ഒരു സിനിമ, ഇതെല്ലാം ഒരുമിച്ച് റിലീസായ ഒരു വർഷമാണ്. അന്ന് അജിത്തും വിജയും ഏകദേശം ഒരേപോലെ നിൽക്കുന്ന ഒരു ഘട്ടമാണ്. അന്ന് അഭിനയം നിർത്തി പോവാൻ ഇരുന്നിരുന്ന സൂര്യനെ അതിൻ്റെ നിർമ്മാതാവും സംവിധായകനെയൊക്കെ നിർബന്ധിച്ച് അഭിനയിപ്പിച്ചതാണ്. അങ്ങനെയാണ് ആ ഒരു ഫ്രണ്ട്സ് എന്ന് പറയുന്ന സിനിമ വളരെ ബ്ലോക്ക് ബസ്റ്ററായി. നമ്മുടെ മലയാളത്തിൽ ഹിറ്റായ ഫ്രണ്ട്സ് അവിടെയും വലിയ ബ്ലോക്ക് ബസ്റ്ററായി. വിജയുടെ കരിയറിലും വലിയൊരു മാറ്റമായി ആ ഒരു സിനിമ. അതിലുപരി പറയാം, സൂര്യയുടെ കരിയറിലാണ് അതൊരു വലിയൊരു മാറ്റം. പിന്നീട് സൂര്യയ്ക്കും വെച്ചടിക്ക് ഏറ്റവും തന്നെയായിരുന്നു. അങ്ങനെ 1992 നായകനായ ശേഷം വിജയ് 2001 ഫ്രണ്ട്സ് ഹിറ്റ് കിട്ടുന്നു. പിന്നീട് 2002 ആയി കഴിഞ്ഞപ്പോൾ വീണ്ടും വിജയ്ക്ക് ചെറുതായിട്ടൊരു പരാജയങ്ങളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയ ഒരു സമയം. അന്ന് വിജയുടെ അച്ഛൻ കൊടുത്ത ഒരു ഉപദേശമുണ്ട്. അതായത് ഇനിയും ഇതുപോലത്തെ വേഷങ്ങൾ ചെയ്യാതെ, അതായത് ഇതുപോലെ പ്രണയനായകനായിട്ടും ചെറിയൊരു കോളേജ് സ്റ്റുഡൻ്റായിട്ടൊക്കെ ചെയ്യാതെ മാറ്റങ്ങൾ കൊണ്ടുവരണം. ഞാനിവിടെ വായിച്ചിട്ടുണ്ട്. വിജയുടെ അച്ഛൻ അത് കറക്റ്റായിട്ട് കൊടുത്തൊരു ഉപദേശം ഇതാണ്. അതായത് അടുത്ത തലമുറ വരാറായി. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ കുറേ ക്യാമ്പസ് പടങ്ങളോ അല്ലെങ്കിൽ റൊമാൻറ്റിക് പടങ്ങളൊക്കെ ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തൊരു സ്റ്റേജിലോട്ട് മാറണം എന്ന് അച്ഛൻ പറഞ്ഞ ശേഷമാണ് നമ്മൾ അതുവരെ കണ്ട വിജയുടെ വേറൊരു ലുക്കിൽ നമ്മൾ കണ്ടത്. തിരുമലൈ എന്ന് പറയുന്ന 2003 റിലീസ് ചെയ്ത ഒരു സിനിമ, അതും വലിയൊരു ഹിറ്റായി മാറി. മറ്റൊരു തരത്തിൽ ഒരു ആക്ഷൻ ഒരു ഇമേജ് വിജയ്ക്ക് ലഭിച്ചു. അതിലൂടെയുള്ള വേറെ തരത്തിൽ സിനിമകൾ. പിന്നീട് 2004 ഗില്ലി വരുന്നു, പിന്നെ തിരുപ്പാച്ചി വരുന്നു, 2007 പോക്കിരി വരുന്നു. അങ്ങനെ വിജയ് ഒരു എന്താ പറയുക, ഒരു ഇളയ ദളപതി വിജയ് വലിയൊരു മെഗാസ്റ്റാർ എന്ന് പറയുന്ന ഒരു ലെവലിലോട്ട്, ഒരു രജനീകാന്തനോളം തന്നെ ലെവലിലോട്ട് വളരുന്നൊരു സമയമായി. പിന്നീട് അതിനുശേഷം വീണ്ടും കുറേ പരാജയങ്ങൾ വിജയ്ക്ക് സംഭവിക്കുന്നു. അതിനുശേഷം ചില പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സോ അല്ലെങ്കിൽ അതേപോലെ കുറേ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നു. അന്ന് ഭരിച്ചിരുന്ന ജയലളിതയുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, വിജയുടെ സിനിമകൾ റിലീസാവാതെ പിടിച്ചു വയ്ക്കുന്ന ഒരവസ്ഥ വരെ സംഭവിച്ചു. അതിനുശേഷം പിന്നീട് 2012 എത്തിക്കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ 2002 അല്ലെങ്കിൽ 2003 വിജയ് ഉണ്ടാക്കിയ ഒരു മാറ്റം, കരിയറിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന പോലെ 2012 തുപ്പാക്കി എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ മറ്റൊരു തരത്തിലുള്ള ഒരു വിജയനെ നമ്മൾ കണ്ടു. അതിനുശേഷം പിന്നീട് ഒരിക്കൽ പോലും വിജയ്ക്ക് പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും വിജയ് പിന്നെ നമ്പർ 1 അല്ലെങ്കിൽ ആ രജനീകാന്തിനോളം തന്നെ, രജനീകാന്താണോ വിജയാണോ ആരാണോ നമ്പർ 1 എന്നുള്ളത് ഇപ്പോഴും അവിടെ തർക്കങ്ങൾ ഫാൻസിനിടയിലുണ്ട്. പക്ഷേ എങ്കിലും പല രീതിയിൽ പല ബിസിനസ്
ഒരു അനലിസ്റ്റൊക്കെ പറയുന്നത് വിജയ് തന്നെയാണ് നമ്പർ 1 ആണ്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് വിജയ് വളർന്ന് എവിടെയോ എത്തി. അവസാനം ലിയോ എന്ന് പറയുന്നൊരു സിനിമ വരെ എത്തി. ലിയോ വലിയ റെക്കോർഡ് സൃഷ്ടിച്ചു. അതിനുശേഷം ഗോട്ട് എന്ന് പറയുന്ന സിനിമ. പിന്നീടാണ് ആരാധകരൊക്കെ കുറച്ചൊക്കെ നിരാശപ്പെടുത്തി അഭിനയം നിർത്താൻ പോകുന്നു എന്ന് പറഞ്ഞ് വിജയ് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്നത്. ഇപ്പോൾ TVK എന്ന് പറയുന്നൊരു പാർട്ടി രൂപീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇനി വരാൻ പോകുന്ന വർഷം ഇലക്ഷനാണ്. അപ്പോൾ വിജയ് പൂർണ്ണമായിട്ടും രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി അഭിനയത്തിലേക്കില്ല. വിജയ് ചീഫ് മിനിസ്റ്റർ ആവാനാണ് വിജയുടെ ലക്ഷ്യം എന്നൊക്കെയാണ് സിനിമാ ലോകത്തു നിന്നുള്ള ഒരു വർത്തമാനങ്ങളൊക്കെ. നമുക്ക് അതെന്ത് സംഭവിക്കുന്ന അറിയില്ല. കാരണം തമിഴ്നാട് എന്ന് പറയുന്നത് കേരളം പോലെയല്ല. അവിടെ ഓരോ മുന്നണികളും അവരുടേതായ അടിത്തറ അവർക്കുണ്ട്. അവരെല്ലാം എതിർത്തുകൊണ്ട് എങ്ങനെ വിജയ് ജയിക്കുമോ, വിജയ് ചീഫ് മിനിസ്റ്റർ ആവുമോ എന്നുള്ളതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്തായാലും ജനനായകൻ എന്ന് പറയുന്നൊരു സിനിമ വിജയുടെ ഇപ്പോൾ അവസാനത്തെ സിനിമ എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിലെ പാട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മലേഷ്യയിൽ വെച്ചിട്ടാണ് അതിൻ്റെ ഒരു ഓഡിയോ ലോഞ്ചൊക്കെ നടത്തിയത്. അപ്പോൾ വിജയുടെ തന്നെ സിനിമകൾ സഹകരിച്ചിരുന്ന പലവരെ അവിടെ കൊണ്ടുവന്നു. നമുക്കറിയാം ആറ്റ്ലിയും ലോകേഷിനെയൊക്കെ കൊണ്ടുവന്നവരൊക്കെ കണ്ടതാണ്. എന്നാലും ജനനായകൻ 9 റിലീസാവാൻ പോവുകയാണ്. അത് എന്തായാലും ഒരു ഹിറ്റിൽ കുറഞ്ഞതൊന്നും നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ബാക്കിയൊക്കെ ഈ പറഞ്ഞ പോലെ പ്രേക്ഷകരുടെ കയ്യിലാണ്. ഇപ്പോഴത്തെ ഒരു വിജയുടെ ഒരു പൊളിറ്റിക്കൽ ഇമേജൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ആ ഒരു സിനിമ എല്ലാ വിഭാഗം പ്രേക്ഷകരിലേക്കും എത്താൻ അവർക്ക് കൂടിയും സ്വീകാര്യമാവുമോ എന്നുള്ളതൊക്കെ നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം.